ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് അടുത്ത സെഷനിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് ആണ്. നമ്മൾ ഇത്രയും ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിലെ ഓരോ ട്രാൻസാക്ഷൻസും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ജേണലാണ് അല്ലേ? പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ട്രാൻസാക്ഷനോ 2 ട്രാൻസാക്ഷനോ 20 ട്രാൻസാക്ഷനോ 100 ട്രാൻസാക്ഷനോ ഒന്നുമല്ല, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ബുക്കിൽ തന്നെ എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, പ്രാക്ടിക്കലും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഇരുന്ന് എല്ലാ ട്രാൻസാക്ഷനും എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, മാത്രമല്ല ഇമ്പോസിബിളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യും. എങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുക? ബിസിനസ്സിനെ സംബന്ധിച്ച് പല റെക്കറിങ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ്, സെയിൽസൊക്കെ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് തവണ ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളൊരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ എന്തായിരിക്കും? കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജേണലിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ്. ഒരാളിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. അപ്പോൾ ഇതുപോലെ റെക്കറിങ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ബുക്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിന് സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഈ സ്പെഷ്യൽ ജേണലിൽ നോർമൽ ജേണലിൻ്റെ പോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കിലായിരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീനെ മാത്രമേ ആ ബുക്കിൽ എൻ്റർ ചെയ്യുള്ളൂ. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസിനൊരു സെപ്പറേറ്റ് ജേണൽ, പർച്ചേസ് ആണെങ്കിൽ പർച്ചേസിന് സെപ്പറേറ്റ് ഒരു ജേണൽ, അതുപോലെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ക്യാഷിനൊരു സെപ്പറേറ്റ് ജേണൽ. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിനെ പറയുന്നതാണ് സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്ന് നമ്മൾ വിളിക്കും. ഡേ ബുക്സ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, മാത്രമല്ല ഡിവിഷൻ ഓഫ് ലേബർ അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലൊന്നിലും എൻട്രി ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസിന് നമ്മൾ ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ബുക്കിൽ എൻട്രി ചെയ്യും. അപ്പോൾ ജേണലിനെ നമ്മളിവിടെ സബ് ഡിവൈഡ് ചെയ്യാണ്. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് അല്ലേ? അപ്പോൾ റെക്കറിങ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ജേണൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കൽ ആൻഡ് മേക്സ് ഡിവിഷൻ ഓഫ് ലേബർ പോസിബിൾ ഇൻ അക്കൗണ്ടിങ് വർക്ക്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ജേണലിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ ഇരുന്ന് എഴുതേണ്ടി വരും ഒരു ദിവസം മുഴുവൻ അല്ലേ? അപ്പോൾ പല ജേണലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സെയിൽസ് ഒരാൾക്ക് നോക്കാം, പർച്ചേസസിൻ്റെ ജേണൽ വേറൊരു സ്റ്റാഫിന് എഴുതാം. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും അല്ലേ? ഇനി ഈ സബ് ഡിവിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് എഫിഷ്യൻസിയാണ്. അതായത് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുണ്ടാകുന്നൊരു അഡ്വാൻറ്റേജാണ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. അപ്പോൾ സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എഫിഷ്യൻസിയാണ്. ഈ സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു സ്ഥലത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു റെക്കോർഡ് നോക്കുമ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ? ഒറ്റയടിക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി എല്ലാ ട്രാൻസാക്ഷനും ഒറ്റ ബുക്കിൽ തന്നെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മെയിൻ ജേണൽ അല്ലെങ്കിൽ ഒറ്റ ബുക്ക് എന്നുള്ളതിനെ സബ് ഡിവൈഡ് ചെയ്ത് പല ബുക്കിലായിട്ട് എഴുതി തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് ആ ഒരു കറസ്പോണ്ടിങ് ജേണലിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസിൻ്റെ ജേണലിൽ മാത്രം നോക്കിയാൽ മതി അല്ലേ? പർച്ചേസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ പർച്ചേസിൻ്റെ ജേണലിൽ മാത്രം നോക്കിയാൽ മതി. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിങ്സ് എളുപ്പത്തിൽ നടത്താൻ പറ്റും. പോസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്കുള്ള പോസ്റ്റിങ്സ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്താണ് ഇതെല്ലാം കൂടി റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ പോസ്റ്റിങ്സും വളരെ എളുപ്പമായിട്ട് നടക്കും. ഇനി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രോഡ്സിനെയും മിസ്റ്റേക്സിനെയും മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. അതായത് പല ആളുകളാണ് പല ബുക്ക് എഴുതുന്നത്. അപ്പോൾ ഈ സ്റ്റാഫിനെല്ലാം റൊട്ടേറ്റ് ചെയ്താൽ ഇന്നൊരാൾ സെയിൽസ് എഴുതുകയാണെങ്കിൽ അയാൾ വേറൊരു ദിവസം പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ ചെയ്യുന്നതുകൊണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി, ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ ഇന്നലെ ചെയ്ത ആൾ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അതൊരു ഇൻറ്റേർണൽ ചെക്ക്, ഓട്ടോമാറ്റിക് ചെക്കിനും കൂടി സഹായകമാവും. അപ്പോൾ സബ്സിഡിയറി ബുക്സിൻ്റെ 5 അഡ്വാൻറ്റേജസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി സബ്സിഡിയറി ജേണൽസ് എത്ര വിധമുണ്ട്? ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്സ് ഉണ്ട്, സെയിൽസ് ബുക്സ് ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺസ് ബുക്സ്, ബിൽസ് റിസീവബിൾ ബുക്ക്,
ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇത്രയും സബ്സിഡിയറി ബുക്സാണുള്ളത്. 8 സബ്സിഡിയറി ബുക്സാണുള്ളത്. ഇത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണെന്ന പേര് തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ. ക്യാഷ് ബുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ. പർച്ചേസ് ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാൻ. ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യാനാണ് പർച്ചേസ് ബുക്ക്. ക്യാഷ് പർച്ചേസ് എവിടെ വരും? അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ബുക്കിൽ വരും അല്ലേ. അതുപോലെ തന്നെ സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനാണ്. ക്യാഷ് സെയിൽസ് ഇവിടെ ക്യാഷ് ബുക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റ ഗുഡ്സ് എന്തെങ്കിലും നമ്മളുടെ കസ്റ്റമേഴ്സ് ആർക്കാണോ വിറ്റത് അവർ എന്തെങ്കിലും സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയതുകൊണ്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സെയിൽസ് റിട്ടേൺ ബുക്സ്. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട്. അതായത് നമ്മൾ സപ്ലൈസിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ എന്തെങ്കിലും ഡാമേജ് ഗുഡ്സ് ഉണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും. അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് യൂസ് ചെയ്യും. ഇനി ബിൽസ് റിസീവബിൾ ബുക്ക്, അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കാശിന് പകരം ബില്ല് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കസ്റ്റമേഴ്സിന് നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് സെല്ല് ചെയ്തു, ക്യാഷിന് ഓരോരോ പ്രോമിസാണ് തന്നത്. അപ്പോൾ പ്രോമിസ് ഇൻ റൈറ്റിംഗ് ആണ് തന്നേക്കുന്നത്. അതാണ് ബിൽസ് റിസീവബിൾ ബുക്ക്. ഇനി ബിൽസ് പേയബിൾ ആണെങ്കിൽ നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ പൈസ കൊടുത്തില്ല, പക്ഷേ ഒരു പ്രോമിസാണ് കൊടുത്ത്. പ്രോമിസ് ഈസ് ഇൻ റൈറ്റിംഗ്, അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് ബിൽസ് പേയബിൾ ബുക്ക്. ഇനി ഈ ആദ്യം പറഞ്ഞ 7 ബുക്കിലും എഴുതാത്ത കാര്യങ്ങൾ എവിടെ എഴുതും? അവസാനത്തെ ബുക്കിൽ, അതായത് ജേണൽ പ്രോപ്പർ എന്ന് പറയും. അപ്പോൾ ക്യാഷ് ബുക്കിലും പർച്ചേസ് ബുക്കിലും സെയിൽസ് റിട്ടേൺ ബുക്കിലും പർച്ചേസ് റിട്ടേൺസ് ബുക്കിലും ബിൽസ് റിസീവബിൾ ബുക്കിലും ബിൽസ് പേയബിൾ ബുക്കിലും എഴുതാത്ത കാര്യങ്ങൾ എവിടെ എഴുതും? ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ബുക്കിൽ എഴുതും. അതാണ് 8ാമത്തെ സബ്സിഡിയറി ബുക്ക്. അപ്പോൾ നമ്മൾ ജേണലിനെ 8ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് റെക്കറിങ് നേച്ചർ അനുസരിച്ച് ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തു. ആ ട്രാൻസാക്ഷൻസ് മാത്രം ആ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത കാര്യങ്ങൾ എഴുതും. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ബുക്കാണ്. ആദ്യത്തെ സബ്സിഡിയറി ബുക്കായിട്ടുള്ള ക്യാഷ് ബുക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ക്യാഷ് ബുക്കിൽ എത്ര ടൈപ്പ് ക്യാഷ് ബുക്ക് ഉണ്ട്? ഇവിടെ പറഞ്ഞേക്കുന്നത് 5 ടൈപ്പ് ക്യാഷ് ബുക്ക് ഉണ്ട്. 5 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ബിസിനസ്സിന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടമുള്ള, അവരുടെ ബിസിനസ്സിന് മാച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്യാഷ് ബുക്ക് യൂസ് ചെയ്യാം. ഇവിടെ 5 ഏതൊക്കെയാണ്? സിംഗിൾ കോളം ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിൻ്റെ കാര്യങ്ങൾ എഴുതാൻ ഒരു കോളം കാണും, ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങൾ എഴുതാൻ ഒരു കോളം കാണും. ഇനി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, ക്യാഷിൻ്റെ കാര്യം എഴുതാൻ ഒരു കോളം, ഡിസ്കൗണ്ടിൻ്റെ കോളം എഴുതാൻ ഒരു കോളം, ബാങ്കിൻ്റെ കാര്യങ്ങൾ എഴുതാൻ ഒരു കോളം. ഇനി മൾട്ടി കോളംനാർ ക്യാഷ് ബുക്ക്. ലാസ്റ്റ് പെറ്റി ക്യാഷ് ബുക്ക്. അങ്ങനെ 5 ടൈപ്പ് ക്യാഷ് ബുക്ക് ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾ കോളം ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് എഴുതാൻ ഒരു കോളം ഉണ്ടാവുകയുള്ളൂ ഒരു സൈഡിൽ. ഉണ്ടോ? ഇവിടെ ഡെബിറ്റ് സൈഡിലൊരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലൊരു എമൗണ്ട് കോളം. ഇനി ഡബിൾ കോളം ബുക്കാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഇത് സിംഗിൾ കോളം, അതായത് ഒരൊറ്റ എമൗണ്ട് കോളം ഉള്ളൂ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. നോർമലി നമ്മൾ അക്കൗണ്ടിലൊക്കെ ലെഡ്ജറിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റും ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന കാര്യങ്ങൾ എഴുതാൻ വാട്ട് വി ഗെറ്റ്, ആൻഡ് റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം വാട്ട് വി ഗീവ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണ് കോളംസ്? ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, എമൗണ്ട് കോളം, ഡേറ്റ് കോളം. ഇനി അതുപോലെ തന്നെ പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, എമൗണ്ട് കോളം. ഇത് ജേണലാണ്, അക്കൗണ്ടല്ല, ലെഡ്ജറല്ല. പക്ഷേ ലെഡ്ജറിൻ്റെ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ലെഡ്ജറല്ല, ഇതെന്താ? ജേണലാണ്, സബ്സിഡിയറി ബുക്കാണ്. ഓക്കെ, ഇനി നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. Enter the following transactions in the cash book and post them in the ledger. 2011 കുറച്ച് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട്. 2011 ജൂലൈയിലെ കുറച്ച് ട്രാൻസാക്ഷൻ, ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ക്യാഷ് ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. കൂടാതെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലെഡ്ജറിലും പോസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാലൻസ് ഇൻ ഹാൻഡ് 10,000 ഉണ്ട്. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസാണ് പറഞ്ഞേക്കുന്നത്. അതായത് ജൂൺ 30 ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ 10,000 രൂപ കയ്യിലുണ്ടായിരുന്നു. ജൂലൈ 1 തീയതി രാവിലെ വരുമ്പോൾ എന്താ ഉണ്ടാവും? 10,000 രൂപ കയ്യിലുണ്ടാവും. ക്യാഷ് ആയതുകൊണ്ട് ഇത് അസറ്റാണ്. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 അല്ലേ. അപ്പോൾ നമ്മൾക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ക്യാഷ് ബുക്ക് സിംഗിൾ കോളമാണ്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും ക്രെഡിറ്റ് സൈഡിലും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത്
ബാലൻസ് ഇൻ ഹാൻഡ് 10,000 എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് ഡേറ്റ് 2011 ജൂലൈ 1 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ? ജൂലൈ 3 പെയ്ഡ് ഇൻ ടു ബാങ്ക് 3,000 ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. 10,000 രൂപ ക്യാഷ് കയ്യിലുണ്ട്, അതിൽ നിന്നെടുത്ത് ബാങ്കിലേക്ക് 3,000 രൂപ ഇട്ടു. അപ്പോൾ ബാങ്കിലേക്ക് 3,000 രൂപ ഇടുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കുറഞ്ഞു അല്ലേ. ഈ 10,000-ൽ നിന്ന് വേണമല്ലോ ക്യാഷ് ബാങ്കിലോട്ട് ഇടാൻ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? 3,000 മാറിക്കഴിഞ്ഞാൽ 7,000 ആവും അല്ലേ. അതായത് ക്യാഷ് കുറഞ്ഞു. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നുള്ള എന്താ? ഇവിടെ ബാങ്കാണ്. ബാങ്ക് പേഴ്സണാണ്, ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ എഴുതും? ബൈ ബാങ്ക് 3,000. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ജൂലൈ 3 ബൈ ബാങ്ക് 3,000. ഇനി ജൂലൈ 6 പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ക്യാഷിന്. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ബൈ പർച്ചേസസ് ജൂലൈ 6 ബൈ പർച്ചേസസ് എത്രയാണ്? 4,000 റുപ്പീസ് അല്ലേ. ഇനി ജൂലൈ 13 ക്യാഷ് സെയിൽസ് നടന്നു. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. ക്യാഷ് വരുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് 3,000. ടു സെയിൽസ് ജൂലൈ 13 3,000 റുപ്പീസ്. ഓക്കെ. ഇനി ജൂലൈ 18 പർച്ചേസ്ഡ് ഫർണിച്ചർ. ഫർണിച്ചർ അല്ലെങ്കിൽ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് അല്ലാതെ, ട്രേഡ് ചെയ്യാനല്ലാതെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ പർച്ചേസസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യരുത്. അതിന് ആ പെർട്ടിക്കുലർ അക്കൗണ്ടിലോട്ട്. ഇവിടെ എന്താ പർച്ചേസ് ചെയ്താൽ? ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ്. അസറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അസറ്റിൽ ഇൻക്രീസ് വരുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെ, ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ബൈ ഫർണിച്ചർ 2,000 റുപ്പീസ് എന്നാൽ ജൂലൈ 18 ബൈ ഫർണിച്ചർ 2,000 റുപ്പീസ്. ഇനി ജൂലൈ 24 എന്താ സംഭവിച്ചത്? റെൻറ്റ് പെയ്ഡ് റുപ്പീസ് 600. 600 രൂപ റെൻറ്റ് പേ ചെയ്തു. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ബൈ റെൻറ്റ് ജൂലൈ 24 ബൈ റെൻറ്റ് 600 റുപ്പീസ് ക്യാഷ് അക്കൗണ്ടിൽ. ഇനി ജൂലൈ 30 സാലറി കൊടുത്തു അല്ലേ. സാലറി കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ? സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 1,700 രൂപ. ജൂലൈ 30 സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ജൂലൈ 30 ബൈ സാലറീസ് 1,700 രൂപ. ഇനി എല്ലാ ട്രാൻസാക്ഷൻ കഴിഞ്ഞല്ലോ. നമ്മൾ ജൂലൈ 1 ഓപ്പണിംഗ് ബാലൻസ് ഇട്ടു, ഡെപ്പോസിറ്റ് ചെയ്ത് ഇട്ടു, പർച്ചേസ് ചെയ്തതിൻ്റെ എൻട്രി ഇട്ടു, ക്യാഷ് സെയിൽസ് ഇട്ടു, ഫർണിച്ചർ പർച്ചേസ് ഇട്ടു, റെൻറ്റ് പേ ചെയ്തിട്ടു, സാലറി പെയ്ഡ് ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഇവിടെ 13,000, ഇവിടെ 3,000 പ്ലസ് 4,000 പ്ലസ് 2,000 പ്ലസ് 600 പ്ലസ് 1,700. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ അല്ലേ. അപ്പോൾ 13,000 ഇവിടെ ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതുക. ആ ടോട്ടൽ തന്നെ ഇപ്പുറത്ത് ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ഇനി ഈ 13,000 മൈനസ് 3,000 മൈനസ് 4,000 മൈനസ് 2,000 മൈനസ് 600 മൈനസ് 1,700. അപ്പോൾ എന്ത് കിട്ടും? 1,700 രൂപ കിട്ടും. അതെന്താണ്? ജൂലൈ 31 ബിസിനസ്സിൻ്റെ കയ്യിൽ ബാക്കി നിൽക്കുന്ന കാശാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,700. ഇനി ഓഗസ്റ്റ് 1 വരുമ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഓഗസ്റ്റ് 1 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,700. ഈ ബാലൻസ് എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,700. ഇതാണ് സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇത് ജേണലിൻ്റെ ഒരു സബ് ഡിവിഷനാണ്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സബ്സിഡിയറി ബുക്ക്. അപ്പോൾ ഇത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യും. ഓക്കെ.